ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്? പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഇവിടെ കാണുന്ന അൺഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അത് അൺഇൻസ്റ്റാൾ ചെയ്യും. ഇതല്ലേ നിങ്ങൾ സാധാരണയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം അതെങ്ങനെയെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു സ്റ്റെപ്പിലൂടെ തന്നെ വേണം അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതാണ് പ്രോപ്പറായിട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഏതോ ആ ഒരു ആപ്ലിക്കേഷന് ഇതുപോലെ ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ചില ഫോണുകളിലൊക്കെ ആണെങ്കിൽ ഇവിടെ ആപ്പ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഈ ഒരു ഐക്കൺ കണ്ടോ, ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ആപ്പ് ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷനാണ് വരുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതാ ഇതുപോലെ ആപ്പ് ഇൻഫോ എന്ന് പറയുന്ന ഒരു ടാബ് ഇവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇനി നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പ് സൈസ്, യൂസ്ഡ് ഡേറ്റ, ക്യാച്ചി, ടോട്ടൽ തുടങ്ങിയ കുറച്ച് ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇവിടെ നോക്കാമെന്നുണ്ടെങ്കിൽ ക്ലിയർ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്ലിയർ സ്റ്റോറേജ് എന്നത് ക്ലിക്ക് ചെയ്യാം. ക്ലിയർ സ്റ്റോറേജ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റോറേജും ഇവിടെ നിന്ന് ഡിലീറ്റ് ആവുന്നതായിരിക്കും, പെർമനൻ്റ്ലി ഡിലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ക്യാച്ച് സഹിതമുള്ള എല്ലാ ഡേറ്റാസും ഇവിടെ നിന്ന് ഡിലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഇതെല്ലാം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഡിലീറ്റ് സ്റ്റോറേജ് കൊടുക്കാതെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്, അതും അവിടെ തന്നെ കിടക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമ്മൾ ക്ലിയർ സ്റ്റോറേജ് കൊടുത്തതിന് ശേഷം അൺഇൻസ്റ്റാൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലുള്ള എല്ലാ സ്റ്റോറേജും അവിടെ നിന്ന് ഡിലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ക്ലിയർ സ്റ്റോറേജ് എന്നത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇവിടെ അൺഇൻസ്റ്റാൾ എന്നത് ക്ലിക്ക് ചെയ്ത് ഇനി നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് പ്രോപ്പറായിട്ട് ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം പ്രോപ്പറായിട്ട് ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാം എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.